ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പുതിയ ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പ് ആണ്. ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പിന്റെ പേര് ഫ്രാക്ഷൻ എ എന്നാണ്. ടോട്ടൽ 6 മില്യൺ ഫണ്ടിങ് ആണ് നമുക്ക് ഈ പ്രോജക്റ്റിന് കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം ഈ ഒരു 2024 തൊട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് എ ടെസ്റ്റ്നെറ്റ് പ്രോജക്റ്റുകൾ ഒരുപാട് ഇങ്ങനെ തള്ളിക്കയറ്റം വരുന്നുണ്ട്. സോ അങ്ങനത്തെ ടെസ്റ്റ്നെറ്റ് പ്രോജക്റ്റുകൾ ഒരു ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനത്തെ ട്രെൻഡിനനുസരിച്ച് പോകുന്ന ഓരോ ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പുകളും വിടാതിരിക്കാൻ നോക്കുക. നമ്മൾ ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനൽ വഴി നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ നമുക്കൊരു ക്രിസ്റ്റൽ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് എയർ ഡ്രോപ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതും ഒരു നെറേറ്റീവ് തന്നെയായിരുന്നു. അതൊരു ഏജന്റിന്റെ എയർ ഡ്രോപ്പ് തന്നെയായിരുന്നു. ഇതും ഒരു ഏജന്റിന്റെ എയർ ഡ്രോപ്പ് തന്നെയാണ്. സോ ഇങ്ങനത്തെ എയർ ഡ്രോപ്പുകളൊന്നും വിടാതിരിക്കാൻ നോക്കുക. മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അത്യാവശ്യം ചിലപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസസ് ഉള്ള പ്രോജക്റ്റ് തന്നെയാണ് നമ്മുടെ ഫ്രാക്ഷൻ എ എന്ന് പറയുന്നത്. അതുപോലെ ക്രിസ്റ്റൽ എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ലിങ്ക് എല്ലാതും നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ഇതുവരെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രോജക്റ്റിന്റെയും ഡീറ്റെയിൽസ് എല്ലാതും ഇടുന്നതും നമ്മുടെ ടെലഗ്രാം ചാനലാണ്. നമ്മൾ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ എയർ ഡ്രോപ്പുകളുടെയും ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി നമ്മുടെ പിന്നീട് മെസ്സേജ് നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, കേജൻ എന്ന് പറഞ്ഞൊരു എയർ ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലെല്ലാതും കയറുക. സോ നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ അപ്ഡേറ്റ് മിസ്സാകുന്നു. അതുപോലെ നിങ്ങൾക്ക് കുറേ ടാസ്കുകളും നമുക്ക് മിസ്സാകുന്നു. കാരണം നമുക്ക് എല്ലാ അപ്ഡേറ്റുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചാനൽ വഴി നമുക്ക് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് നെറ്റിന്റെ കാര്യത്തിലേക്ക് വരാം. സോ ഇത് ഓൾറെഡി ടെസ്റ്റ് നെറ്റ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്യും. ആകെ 21-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്യും, കുറച്ച് ബഗ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ എന്ത് ചെയ്യാം, ഡിസ്കോഡിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിനുള്ള ആൻസേഴ്സ് ഒക്കെ അവരുടെ മോഡ്സ് വരും, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. കുറേയൊക്കെ ബഗ് ഫിക്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെസ്റ്റ് നെറ്റ് ആണെന്നുള്ള കാര്യം ഓർത്തിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ ടെസ്റ്റ് നെറ്റും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ടെസ്റ്റ് നെറ്റും കിട്ടാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആകെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണം, സെപ്പോളിയ എത്തീറിയം വേണം. സോ സെപ്പോളിയ എത്തീറിയം കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റി ചാനൽ നമ്മൾ ഓൾറെഡി സെപ്പോളിയ എത്തീറിയത്തിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റിമൈൻഡേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും സെപ്പോളിയ എത്തീറിയത്തിന്റെ കുറേ സെപ്പോളിയ എത്തീറിയത്തിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും സെപ്പോളിയ എത്തീറിയത്തിന്റെ സൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സെപ്പോളിയ എത്തീറിയം കണക്ട് ചെയ്യുക. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് നെറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. സെപ്പോളിയ എത്തീറിയം കണക്ട് ചെയ്യാനായിട്ട് ചില സൈറ്റിൽ വെറുതെ ഫ്രീ ആയിട്ട് കിട്ടും. ടെസ്റ്റ് നെറ്റ് സെപ്പോളിയ കിട്ടുന്ന 2 സൈറ്റുകൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ കിട്ടുന്നുള്ളത്. ആദ്യം തന്നെ ഗൂഗിൾ ഡ്രൈവിലേക്ക് വരിക. ഈ ലിങ്ക് നമ്മുടെ ഇതിൽ എടുക്കുന്ന നമ്മുടെ ടെലഗ്രാം ചാനലിലെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എടുക്കുന്നുണ്ട്. മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. ഈ അഡ്രസ്സ് കോപ്പി ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ അഡ്രസ്സ് കോപ്പി ചെയ്തതിനു ശേഷം എത്തീറിയം സെപ്പോളിയ സെലക്ട് ചെയ്യുക. ഈ വാലറ്റ് അഡ്രസ്സ് ഇവിടെ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, റിസീവ് 0.05 സെപ്പോളിയ എത്തുന്ന ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് നേരം ശേഷം എന്ത് ചെയ്യും, നമ്മുടെ സെപ്പോളിയ എത്ത് നമ്മുടെ ഇതിലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ വാലറ്റിലേക്ക് എത്തുന്നതാണ്. ഞാൻ ഉപയോഗിക്കുന്ന സൈറ്റ് എന്ന് പറയുന്നത് സെപ്പോളിയ POW ഫോസറ്റ് ആണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതുപോലെ തന്നെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഐ എം ഹ്യൂമൻ എന്നൊന്ന് ക്ലിക്ക് ചെയ്യുക. വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് മൈനിങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പ്രോസസ്സറിന്, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് കപ്പാസിറ്റി അനുസരിച്ച് എന്ത് ചെയ്യും, മൈൻ ചെയ്തിട്ട് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും, നമുക്ക് ഇഷ്ടമുള്ള അത്തരം ഒരു 5-6 സെപ്പോളിയ എത്തുകയും ഒക്കെ നമുക്ക് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വർക്കേഴ്സിൻ്റെ ആൾക്കാർക്ക് കൂട്ടാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷേ പ്രോസസ്സിംഗ് കപ്പാസിറ്റി നല്ല രീതിയിൽ വേണം, എന്നാൽ മാത്രമാണ് ഇത് ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് വേറെ ടെസ്റ്റ് നെറ്റുകളുണ്ട്. നമുക്ക് ടെലഗ്രാം ചാനൽ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം, ഏത് വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ. എന്നിട്ട് എന്ത് ചെയ്യുക, ടെസ്റ്റ് സെപ്പോളിയ എത്തീറിയം കിട്ടുക. അതിനുശേഷം മാത്രമായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പ്രോജക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സെപ്പോളിയ എത്തീറിയം കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഡാഷ്ബോർഡിൽ വന്നിട്ട് ഏജന്റ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആദ്യം ഇവിടെ വേണ്ടത് എന്താ വെച്ചാൽ മൈ ഏജൻസ് വേണം. ഈ ഏജന്റ് എന്തിന് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഓരോ ഏജന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇതൊരു ഏജന്റ് ആണ്. ഇപ്പോൾ കറന്റ് നമുക്ക് ഇവിടെ സ്പേസസ് എന്നൊരു ടാബ് കാണാം. ഈ സ്പേസസ് എന്ന ടാബിൽ ഇവിടെ ഓരോ ബാറ്റിൽ നടക്കുന്ന കാണാൻ പറ്റും. റാപ്പ് ബാറ്റിൽ, ഇമെയിൽ അരീന, ജോബ് ലിസ്റ്റിംഗ് വാസ്, മാസ്റ്റേഴ്സ്. ഈ 3 ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല, സൂൺ ഓപ്പൺ ആവുമായിരിക്കും. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് റാപ്പ് ബാറ്റിൽ എന്ന് പറഞ്ഞൊരു ബാറ്റിലാണ്. ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ പോയിട്ട് ഉണ്ടാക്കുന്ന ഏജൻസിനെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം, ബാറ്റിൽ ഫൈറ്റ് ചെയ്യിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഒപ്പം തന്നെ മറ്റുള്ളവരുണ്ടാക്കിയ ഏജൻസ് ആയിട്ട് എന്ത് ചെയ്യും, റിയൽ ടൈം ആയിട്ട് നിങ്ങളുടെ ഏജൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും. ഫൈറ്റ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ആ ഫൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ചാണ് എന്ത് ചെയ്യുക, നിങ്ങൾ അതിൽ വിൻ ആവുകയോ അതോ നിങ്ങൾ ലോസ് ആവുമോ എന്ന് തിരിയാങ്ങിയത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡാഷ്ബോർഡ് ഉണ്ടാക്കാം. ചിലപ്പോൾ ഞാൻ പറയുന്നതനുസരിച്ച് മനസ്സിലാവില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഫ്രാക്ടൽസിൽ അല്ലെങ്കിൽ മൈ ഏജൻസിൽ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ ഏജന്റ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏജന്റ് ഇൻസ്റ്റാൾ. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ടിംഗ് ബാലൻസ് കാണാൻ പറ്റും. ഈ സ്റ്റാർട്ടിംഗ് ബാലൻസ് എന്താണ് നിശ്ചയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ തവണ നിങ്ങളുടെ ഏജന്റിനെ കൊണ്ട് നിങ്ങളൊരു ബാറ്റിൽ ഫൈറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഫീ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഫീ കൊടുക്കാനായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് സപ്പോസ് വിചാരിക്കുക നിങ്ങളുടെ വാലറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സിൽ നിങ്ങൾക്കൊരു 5000 രൂപയെന്ന് വിചാരിക്കുക. ഈ 5000 രൂപ നിങ്ങളുടെ കയ്യിലുള്ള അസറ്റാണ്. അതിനുശേഷം നിങ്ങളൊരു കടയിൽ പോകുന്ന എന്ത് മേടിക്കുമ്പോൾ അതിൽ നിങ്ങൾ എന്തിടാം, ഈ 5000 രൂപയിൽ നിന്നാണ് എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കുക. അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ബാലൻസ് നിങ്ങളുടെ കയ്യിൽ എത്തീറിയം എത്രയുണ്ടോ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 0.4 എത്തീറിയമാണ് എന്ത് ചെയ്യുക എൻ്റെ പേഴ്സിലുള്ളതെന്ന് ഞാൻ നിശ്ചയിക്കുകയാണ്. അതായത് എൻ്റെ പേഴ്സിൽ ഞാനിപ്പോൾ ഒരു 4000 രൂപ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാനിവിടെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഇവിടെ പ്രോംപ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രോംപ്റ്റ് ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് either ChatGPT യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജനറേറ്റ് വിത്ത് AI കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു പ്രോംപ്റ്റ് ഉണ്ടായി വരും. ഈ പ്രോംപ്റ്റിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് അവതാരം ഇഷ്ടമുള്ളത് മാറ്റാം.
അതിനുശേഷം എന്ത് ചെയ്തു, സെലക്ട് സ്പേസ് ടൈപ്പ്. ഇപ്പം നമുക്ക് ആകെ ഒരെണ്ണം അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഈ അവൈലബിൾ ആയിട്ട് സ്പേസ് ടൈപ്പ് മാത്രം എടുക്കുക. അതിനുശേഷം ഇവിടെ ക്യാപ്ച ഉണ്ട്, അത് അടിച്ചു കൊടുക്കുക. ഈ ഏജന്റിന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഏജന്റ് ഉണ്ടായതിനു ശേഷം എന്ത് ചെയ്യും, ഞാനിവിടെ ഈ ഏജന്റിനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ബാറ്റിൽ പോയിട്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്നത് എന്താണ്, ഒരു സെപ്പോളി എതീറിയം എൻ്റെ വാലറ്റിൽ നിന്ന് ഈ ഒരു ഏജന്റിനായിട്ട് കൊടുക്കുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മെറ്റാമാസ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു, നമുക്ക് സെപ്പോളി എതീറിയം വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നിങ്ങൾ 0.4 എന്ന് കൊടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട്, നിങ്ങളുടെ കയ്യിൽ എത്ര എതീറിയം ഉണ്ടോ, 0.01 ആണുള്ളത്, 0.001 ആണുള്ളത്, എത്ര എതീറിയം ഉള്ളതെന്ന് വെച്ചാൽ ആ എതീറിയം കൊടുത്താൽ മതി. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണ്, നിങ്ങൾക്കറിയാം സെപ്പോളി എതീറിയം എന്ന് പറയുന്നത് ഒരു ഫ്രീ ആണ്, അതൊരു ടെസ്റ്റ്നെറ്റ് ടോക്കൺ ആണ്, അതിനൊരു റിയൽ വാല്യൂ ഇല്ല. സോ നിങ്ങൾക്ക് എത്ര അധികം സെപ്പോളി എതീറിയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോസറ്റിൽ നിന്ന് പോയി കളക്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഏജന്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, മങ്ക് ബ്രോ എന്ന് പറഞ്ഞൊരു ഏജന്റ് ഉണ്ട്. നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ബാലൻസ്, എൻ്റെ പേഴ്സിലുള്ള ബാലൻസ് ആകെ 0.40 എതീറിയം. ഞാൻ ഇതുവരെ ഒരു ബാറ്റിൽ പോലും മത്സരിച്ചിട്ടില്ല, അതുകൊണ്ട് ആവറേജ് സ്കോറില്ല, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, സെഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഈ ഏജന്റിനെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഏത് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ എനേബിൾ ഓട്ടോമേഷൻ കൊടുക്കുക. എനേബിൾ ഓട്ടോമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഇങ്ങനെ ഈ ഏജന്റിനെ കൊണ്ട് കുറേ ബാറ്റിൽസ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ എതീറിയം ബാലൻസ്, നിങ്ങളുടെ പേഴ്സിലുള്ള ബാലൻസ്, അതായത് നിങ്ങളിപ്പോൾ ഒരു ട്രിപ്പ് പോയി, നിങ്ങളുടെ 4000 രൂപ നിങ്ങളുടെ പേഴ്സിലുണ്ടായിരുന്നു, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഫണ്ടും നിങ്ങൾ എന്ത് ചെയ്യും, ATM നിന്ന് വീണ്ടും പൈസ എടുത്ത് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കും. അത് തന്നെയാണ് ഇവിടെ പരിപാടി. നിങ്ങളുടെ കയ്യിലുള്ള എതീറിയം വാലറ്റിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യും, നിങ്ങളുടെ സെപ്പോളി എതീറിയം വാലറ്റിൽ നിന്ന് ഈ ഒരു ഏജന്റിന് വീണ്ടും പൈസ ഇട്ട് കൊടുക്കുന്ന പരിപാടിയാണ് ആഡ് എത്തുന്ന പരിപാടി. അടുത്ത ഫീ ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ പ്രാവശ്യവും ഈ ഒരു ഏജന്റിനെ വെച്ച് നിങ്ങൾ ബാറ്റിൽ മത്സരിപ്പിക്കില്ലേ, ആ മത്സരിക്കുമ്പോൾ ഓരോ മത്സരത്തിനും നിങ്ങൾ എത്ര ഫീ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 0.0001 എതീറിയം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു 5000 ഗെയിം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇൻസഫിഷ്യന്റ് ബാലൻസ് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇൻസഫിഷ്യന്റ് ബാലൻസ് കാണിക്കുന്നത്, 5000 ബാറ്റിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണം, 0.5 എതീറിയം വേണം. അതായത് നിങ്ങൾക്ക് 1 രൂപ വിലയുള്ള മിഠായി മേടിക്കണമെന്നുണ്ടെങ്കിൽ 4000 രൂപ കൊണ്ട് നമുക്ക് 1 രൂപയുള്ള മിഠായി മേടിക്കാൻ പറ്റുമോ, ഇല്ല. നിങ്ങൾക്ക് എന്ത് വേണം, 5000 രൂപ വേണം. അതുകൊണ്ട് എന്താണ് പറയുന്നത്, 5000 ബാറ്റിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണം, 0.5 എതീറിയം വേണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കളിക്കാൻ പറ്റില്ല. ഞാനിവിടെ എന്ത് ചെയ്യണം, ഞാനിവിടെ ഒരു 10 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എനിക്കിവിടെ സിമ്പിൾ ആയിട്ട് കളിക്കാൻ പറ്റും. കാരണം 10 × 0.01 എത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 0.4 ആവോ, ഇല്ല. അപ്പോൾ ഇതാണ് പറയുന്നത്, നിങ്ങളിവിടെ കൊടുക്കുക. ഞാനിപ്പോൾ 0.01 കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ 100 കൊടുത്താൽ എന്ത് പറ്റും, നിങ്ങൾക്കിവിടെ 100 മത്സരം കളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, ഒരു എതീറിയമെങ്കിലും നിങ്ങളുടെ വാലറ്റിൽ വേണ്ടത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഓരോ ഏജന്റിനും ഓട്ടോമാറ്റിക് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഈ ഒരു സെക്ഷൻ, ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഓട്ടോമേഷൻ ചെയ്യുന്നില്ല. ഞാൻ അതിന് മുന്നേ നിങ്ങൾക്ക് ഈ ഒരു ഏജന്റിനെ കൊണ്ട് മാനുവലായിട്ട് എങ്ങനെയാണ് ഒരു വാർ കളിപ്പിക്കാമെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഏജൻസിനെ ഉണ്ടാക്കി കഴിഞ്ഞു. എന്നിട്ട് ഞാൻ സ്പേസിലേക്ക് വന്നു. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ജോയിൻ സ്പേസ് കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, ഞാനിവിടെ മങ്ക് പ്രോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരുപാട് ഏജൻസി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഏജൻസ് മങ്ക് പ്രോ എന്ന ഏജൻസ് ആണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഏതെങ്കിലും ഫീ ടയർ സെലക്ട് ചെയ്യുക. ഫീ ടയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ ഒരു 4000 രൂപ എന്ന് വിചാരിക്കുക. 4000 രൂപ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഒരു ഇവന്റിന് പോകുന്നു. ആ ഇവന്റിന്റെ ഉള്ളിൽ കയറുന്ന അവർ പറയുകയാണ് എൻട്രി ഫീ ആയിട്ട് നിങ്ങൾ 300 രൂപ കൊടുക്കണം. അപ്പോൾ ആ ഇവന്റിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഗെയിംസ് ഒക്കെ ഉണ്ടാവും. ആ ഈ ഗെയിംസിൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 1000 രൂപ കിട്ടും. സെക്കൻഡ് പ്രൈസ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 700 രൂപ കിട്ടും. തേർഡ് പ്രൈസ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 500 രൂപ കിട്ടും. ഫോർത്ത് പ്രൈസ് കിട്ടുന്ന ആൾക്ക് എന്ത് ചെയ്യില്ല, ചിലപ്പോൾ ഒന്നും കിട്ടില്ല. അതായത് നിങ്ങൾ കൊടുത്ത എൻട്രി ഫീസിന് പകരം ചെറിയൊരു എമൗണ്ട്, ചിലപ്പോൾ ഒരു 200 രൂപ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 100 രൂപ നഷ്ടമായിരിക്കും. അതേപോലെയാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ഏജന്റിനെ കൊണ്ട് ഈ ഒരു ബാറ്റിൽ ഈ ഒറ്റ കളി കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര എൻട്രി ഫീസ് കൊടുക്കണം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻട്രി ഫീ താന്ന്. അപ്പോൾ ഞാൻ കൺഫേം സെലക്ഷൻ കൊടുക്കുന്നു. കൺഫേം സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏജന്റ് കൂൾ ഡൗൺ പീരീഡ്. അപ്പോൾ ഞാനിവിടെ കൺഫേം സെലക്ഷൻ കൊടുക്കുന്നു. കൺഫേം സെലക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏജൻസീസ് കൂൾ ഡൗൺ പീരീഡ്. ഞാൻ തൊട്ട് മുന്നേ തന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാനിവിടെ കൺഫേം സെലക്ഷൻ കൊടുക്കുന്നു. കൺഫേം സെലക്ഷൻ ആകുമ്പോൾ ഏജന്റ് ഇൻ കൂൾ ഡൗൺ പീരീഡ് എന്ന് കാണാൻ പറ്റും. അതായത് ഞാൻ തൊട്ട് മുന്നേ ഈ ഒരു ഏജന്റിനെ കൊണ്ട് ഒരു കളി കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കളിപ്പിക്കാൻ പറ്റാത്തത്. ഞാൻ മങ്ക് ബ്രോന് പകരം ഞാൻ എന്ത് ചെയ്തു, മോക്ക് എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഒരു ഏജന്റ് എടുക്കുകയാണ്. എന്ത് കൺഫേം സെലക്ഷൻ കൊടുക്കുന്നു. കൺഫേം സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുതിയ ടാബിലേക്കാണ് ഇത് റീഡയറക്ട് ചെയ്യുക. പുതിയൊരു ടാബിലേക്ക് റീഡയറക്ട് ചെയ്ത ശേഷം മാച്ച് മേക്കിങ്ങിനൊപ്പം എന്ത് ചെയ്യും, മറ്റുള്ളവരുണ്ടാക്കിയ ഏജൻസിന് എന്ത് ചെയ്യാം, എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ആ ഏജൻസിന് എന്ത് ചെയ്യും, ആദ്യം ലിസ്റ്റ് ചെയ്യും. ആ ലിസ്റ്റ് ചെയ്തിട്ട് ശേഷം മാത്രമായിരിക്കും എന്ത് ചെയ്യുക, കണ്ടില്ലേ. ഇപ്പം 4 ഏജൻസ്, എൻ്റെ ഏജൻസ് മോക്കാണ്, മോക്കല്ലാത്ത വേറെ ഏജൻസ് ഉണ്ടായിട്ടുണ്ട്. ഇവർ കാണാൻ പറ്റും, ഇവർ ഏജൻസ് 16 ബാറ്റിൽ കളിച്ചിട്ടുണ്ട്, ഈ ഏജൻസ് 21 ബാറ്റിൽ കളിച്ചിട്ടുണ്ട്. എൻ്റെ ഏജൻസ് ആകെ 6 ബാറ്റിലാണ് കളിച്ചിട്ടുള്ളത്. അതായത് 6 മത്സരങ്ങളാണ് എൻ്റെ ഏജൻസിനോട് കളിപ്പിച്ചിട്ടുള്ളത്. മാച്ച് മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരൊരു ടോപ്പിക് തരും. ആ ടോപ്പിക്കിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ ഏജൻസിന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മളൊരു പ്രോംപ്റ്റ് വെച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ പ്രോംപ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഏജന്റ് എന്ത് ചെയ്യും, ആ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കിനനുസരിച്ച് ഒരു റാപ്പ് ക്രിയേറ്റ് ചെയ്യും. എൻ്റെ ഏജൻസ് മാത്രമല്ല,
ഒരു ബാക്കിയുള്ള 4 ഏജൻസ് എന്ത് ചെയ്യും? റാപ്പ് ക്രിയേറ്റ് ചെയ്യും. 4 ഏജൻസ് റാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവരൊരു ഓരോ ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക് അനുസരിച്ച് എന്ത് ചെയ്യുക? അവരൊരു മാർക്ക് ഇട്ട് കൊടുക്കുക. റൗണ്ട് 1/3 എന്ന് കാണാൻ പറ്റും. അതായത് 3 റൗണ്ടാണുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ വേഴ്സസ് ബ്രോൺ എന്ന ടോപ്പിക്കാണ്. ഇന്റലിജൻസ് ആൻഡ് വിറ്റ് വേഴ്സസ് ഫിസിക്കൽ ഡോമിനൻസ് എന്നൊരു ടോപ്പിക് കൊടുത്തേക്കാണ്. ഈ ടോപ്പിക്കിനുള്ള റാപ്പാണ് ഫസ്റ്റ് ആദ്യം ഉണ്ടാക്കിയത്. ഇൻ ദ റിംഗ് ഓഫ് ദ ലൈക്ക് ഐ മീൻ ദ ബ്രെയിൻ വിത്ത് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു റാപ്പ് ഉണ്ടാക്കി. അതിനുശേഷം അടുത്ത ആൾ എന്ത് ചെയ്തു? ഇവിടെ മത്സരിക്കുന്ന ആൾ നമുക്ക് കാണാൻ പറ്റും. ഒരു പ്യുവർ ആൻഡ് എന്നുണ്ട് അത് ഇവിടെ ഉണ്ടാക്കി നിൽക്കുന്നുണ്ട്. ബ്രെയിൻ ഓവർ ബോൾ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ടാക്കിയിട്ട് ഈ ടോപ്പിക്കിന് ശേഷം ഇപ്പോൾ ഈ സൈറ്റ് കുറച്ച് സ്ലോ ആണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് ലൈവ് ആയിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി റൗണ്ട് 1 കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് നെറ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് ബഗ്ഗുകളൊക്കെ ഉണ്ടാവും. കണ്ടില്ല, റൗണ്ട് 2 ആയിപ്പോൾ റീഫ്രഷ് ചെയ്തപ്പോഴാണ് കണ്ടത്. ഇപ്പോൾ റൗണ്ട് 1 കഴിഞ്ഞു. റൗണ്ട് 1 കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കോറാണ് കാണുന്നത്. 68 ആണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ റൗണ്ട് 2-ൽ ഇതേ ടോപ്പിക് വെച്ചിട്ടാണ് എൻ്റെ ഏജൻസി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഏജൻസി റാപ്പ് ഉണ്ടാക്കുന്നത്? ഞാൻ കൊടുത്തിരിക്കുന്ന ഏജന്റിന് കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ചാണ് ഈ റാപ്പ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഏജൻസ് ഒക്കെയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഈ റാപ്പ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ റൗണ്ട് 2 നടന്നുകൊണ്ടിരിക്കുകയാണ്. റൗണ്ട് 2 നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ടോപ്പിക് കാണും. ആ ടോപ്പിക്കിനനുസരിച്ചുള്ള പോയിന്റ്സ് ആയിരിക്കും എന്ത് ചെയ്യുക? ഇവിടെ ഇട്ട് കൊടുക്കുക. നമുക്ക് റൗണ്ട് 2 കഴിയുമ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റത്തെ ഏജന്റാണെന്ന് തോന്നുന്നു ഇത് കഴിയുന്നത്. ലാസ്റ്റത്തെ ഏജന്റോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കോർ അനലൈസ് ചെയ്യുന്ന ഒരു സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് നിങ്ങളുടെ സ്ട്രാറ്റജി വർക്ക് ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രോംപ്റ്റ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് 3-ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത്. എൻ്റെ പ്രോംപ്റ്റ് ഗുഡ് ആയിരുന്നെങ്കിൽ എനിക്ക് 1-ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രോംപ്റ്റ് ഗുഡ് ആയതുകൊണ്ടല്ലേ ഇവർക്ക് 1-ാം സ്ഥാനം കിട്ടിയത്. അപ്പോൾ എങ്ങനെ എൻ്റെ പ്രോംപ്റ്റിനെ ബെറ്റർ ആക്കാം എന്നാണ് ഞാൻ നോക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഡാഷ്ബോർഡിൽ വരണം. എന്നിട്ട് സിംബ് എന്ന് പറഞ്ഞ ഏജന്റ് എടുക്കണം. സിംബ് എന്ന് പറഞ്ഞ ഏജന്റ് വന്നു. അവിടെ 4.50% ROI കാണുന്നത്. അപ്പോൾ ഞാൻ സെറ്റിംഗ്സിലേക്ക് വന്നു. അതിൻ്റെ സെറ്റിംഗ്സിൽ വന്ന് ഇതാണ് എൻ്റെ ഏജന്റിന്റെ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏജന്റിന്റെ പ്രോംപ്റ്റിനെ ബെറ്റർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏത് റാപ്പിൽ വേണമെങ്കിലും മത്സരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എൻ്റെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് വരുത്തണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇംപ്രൂവ് വിത്ത് AI ഇവിടെ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ChatGPT പോയിട്ട് ChatGPT വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സ്ട്രാറ്റജി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ChatGPT പറയും, ഞാൻ ഒരു ഏജന്റ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. എൻ്റെ ഏജന്റ് 5 അതർ ഏജന്റുള്ള റാപ്പ് ബാറ്റിൽ ബേസ്ഡ് ആയുള്ള റാൻഡം റാപ്പ് ടോപ്പിക്കിലാണ് മത്സരിക്കുന്നത്. എൻ്റെ ഏജന്റിന് കൊടുത്ത എൻ്റെ ഏജന്റിന്റെ ഫോളോയിങ് പ്രോംപ്റ്റ് ഇപ്പോൾ ഉള്ള എൻ്റെ ഏജന്റിന്റെ ഫോളോയിങ് പ്രോംപ്റ്റ് ഇതാണെന്ന് വന്നിട്ട് എന്ത് ചെയ്യും? എൻ്റെ ഏജന്റ് ഈ പ്രോംപ്റ്റ് കോപ്പി ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ അടുത്ത് ഇതെല്ലാം വായിച്ചു നോക്കുക. എന്നിട്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയുകയാണ്. എന്നിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് എല്ലാ റാൻഡം റാപ്പ് ബാറ്റിൽ ജയിക്കണം. ഞാൻ എൻ്റെ ലാസ്റ്റ് AI ബാറ്റിൽ നോക്കിയപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ കിട്ടിയ ആളുടെ ഫീഡ്ബാക്ക് ഇതായിരുന്നു. ഇത് എവിടെ നിന്ന് കിട്ടുക? ഇനി ഇവിടെ വരിക. അതിന് ശേഷം എന്ത് ചെയ്യുക? ഇവിടെ വരുന്നു. ഫസ്റ്റ് കിട്ടിയ പ്രെഡേറ്റർ എടുക്കുന്നു. പ്രെഡേറ്റർ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? റൗണ്ട് 1 കിട്ടിയ ആളുടെ ഫീഡ്ബാക്ക് ഞാൻ എടുക്കുന്നു. അത് കോപ്പി ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? അത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ ഫീഡ്ബാക്ക് ഇതായിരുന്നു പറയുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫീഡ്ബാക്ക് എന്തായിരുന്നു? ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫീഡ്ബാക്ക് ഇതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫീഡ്ബാക്ക് കാണാൻ പറ്റും. അത് കോപ്പി ചെയ്യുന്നു. അത് എന്ത് ചെയ്യുന്നു? ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നത് സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളുടെ ഫീഡ്ബാക്ക് ഇതായിരുന്നു പറയുന്നത്. അപ്പോൾ ഏജന്റ് എന്ത് ചെയ്യും? ChatGPT എന്ത് ചെയ്യും? അതിനനുസരിച്ച് കുറച്ച് ടിപ്പ് തരും. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. നമ്മൾ വീണ്ടും പറയണം, നമുക്ക് ആകെ 1100 ലെറ്റർ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയാണ് 1100 ലെറ്റർ ഉള്ള ഒരു ഫീഡ്ബാക്ക് എനിക്ക് തരുമോ, അല്ലെങ്കിൽ ഒരു പ്രോംപ്റ്റ് എനിക്ക് തരുമോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 1100 ലെറ്റർ ഉള്ള ഫീഡ്ബാക്ക് പ്രോംപ്റ്റ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആ പ്രോംപ്റ്റ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? അപ്ഡേറ്റ് ചെയ്തു. വീണ്ടും അപ്ഡേറ്റ് ചെയ്ത പ്രോംപ്റ്റ് വെച്ചിട്ട് വീണ്ടും ഒരു മത്സരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതായിരുന്നു. റിസൾട്ട് എന്ന് പറഞ്ഞ ടോപ്പിക് ഇതായിരുന്നു. ഫ്രീ സ്റ്റൈൽ എന്നുകൊണ്ട് വേറൊരു റാൻഡം ടോപ്പിക് ആയിരുന്നു. അപ്പോൾ ഇവിടെയും എനിക്ക് തേർഡ് പൊസിഷൻ ആയിരുന്നു. അതായത് 2 ആൾക്കാരാണ് തേർഡ് പൊസിഷൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും എൻ്റെ ഏജന്റിനെ അപ്ഡേറ്റ് ചെയ്യുന്ന അർത്ഥം. അപ്പോൾ ഞാൻ ഇത് ChatGPT എന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഏജന്റ് തന്ന പ്രോംപ്റ്റ് ഞാൻ മത്സരിച്ചു, പക്ഷെ എനിക്ക് തേർഡ് പൊസിഷൻ ആണ് കിട്ടിയത്. എൻ്റെ ടോപ്പിക് ഇതായിരുന്നു. ഫസ്റ്റ് പേഴ്സൺ കിട്ടിയ ഫീഡ്ബാക്ക് ഇതായിരുന്നു. എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് ഇതായിരുന്നു. അപ്പോൾ എനിക്ക് വീണ്ടും ഇതിനെ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്ന അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഈ ഏജന്റിനെ ജയിക്കുന്നതിൽ കൊടുക്കുന്ന റെലവൻസ് ഈ കാറ്റഗറി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവരെ ഏജൻസ് ഏതാണ് പെർഫോം ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വേർഡ് പ്ലേ, ഫ്ലോ ആൻഡ് റൈം, റെലവൻസ്, ഒറിജിനാലിറ്റി, ഈ 4 ടോപ്പിക് വെച്ചിട്ടാണ് അവർ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 4 ടോപ്പിക്കിന് വെച്ചിട്ട് എനിക്കൊരു ട്യൂൺ ചെയ്ത് തരുമോ? എൻ്റെ 1100 ലെറ്റർ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് ആണ് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വീണ്ടും ഈ ഒരു പ്രോംപ്റ്റിനെ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? എൻ്റെ ഏജന്റ് എന്ത് ചെയ്യുന്നു? വീണ്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഏജന്റ് ഇവിടെ കിടക്കുന്നത് സിംബ് എന്ന് പറഞ്ഞ ഏജന്റ് എടുക്കുന്നു. സിംബ് എടുത്ത ഏജൻസി എടുക്കുന്നു. അതിന് ഞാൻ വീണ്ടും എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് പുതിയ അപ്ഡേറ്റ് കൊടുക്കുന്നു, കൺഫേം കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഏജന്റ് അപ്ഡേറ്റ് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? വീണ്ടും ഫ്രാക്ഷൻ ഏരിയയിൽ പോയിട്ട് സ്പേസസിൽ പോയിട്ട് എന്ത് ചെയ്തു? ജോയിൻ സ്പേസ് കൊടുത്തിട്ട് ഞാൻ എന്തെന്നു? എൻ്റെ ഏജന്റ് എടുത്തതിന് ശേഷം സിമ്പിൾ എടുത്തണം. മത്സരിക്കാൻ പറ്റുമെന്ന് നോക്കാം. അറ്റ് എ ടൈം 2 ഏജന്റ് മാത്രമാണ് മത്സരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് മത്സരിക്കാൻ പറ്റുമെന്ന് നോക്കാം. എൻ്റെ ഒരു ഏജന്റ് ഓൾറെഡി ഓട്ടോമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മത്സരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു.
ഇപ്പൊ എന്റെ പുതിയ ഏജന്റിനെ കൊണ്ടുള്ള, അതായത് ഞാൻ ട്യൂൺ ചെയ്ത ഏജന്റിനെ കൊണ്ടുള്ള റിസൾട്ട് വന്നിരിക്കുകയാണ്. സെക്കൻഡ് പ്ലേസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് തേർഡ് പ്ലേസിന് സെക്കൻഡ് പ്ലേസ് ആയി. അപ്പൊ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാണെന്ന് അർത്ഥം. സെക്കൻഡ് പ്ലേസിന് നല്ലൊരു കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇനി ഇമ്പ്രൂവ് ചെയ്യണം. ഇതേ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ടോപ്പിക് എടുക്കുക, ചാറ്റ് ജിപിടി എടുത്ത് പോകുക. ഇതാണ് കിട്ടിയ ഫീഡ്ബാക്ക്. ഫസ്റ്റ് പ്ലേസ് കിട്ടിയത്, സെക്കൻഡ് പ്ലേസ് കിട്ടിയ ഫീഡ്ബാക്ക് ഇതായിരുന്നു, തേർഡ് പ്ലേസ് കിട്ടിയ ആൾക്ക് ഫീഡ്ബാക്ക് ഇതായിരുന്നു, ഫോർത്ത് പ്ലേസ് കിട്ടിയ ആൾക്ക് ഫീഡ്ബാക്ക് ഇതായിരുന്നു. എനിക്ക് 1100 വേർഡ്സ് ലെറ്റേഴ്സിലുള്ള ഒരു നല്ലൊരു പ്രോംപ്റ്റ് വീണ്ടും ഉണ്ടാക്കി തരണം. എനിക്ക് ഫസ്റ്റ് പ്ലേസ് തന്നെ വേണം എന്നുള്ളത് ഇതിൽ എന്ത് ചെയ്യുക? ചാറ്റ് ജിപിടി എടുത്ത് വരിക. അങ്ങനെ എന്ത് ചെയ്യുക? ഈ ഏജന്റിനെ അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ മാനുവലി ചെയ്യുമ്പോൾ അതിന് നല്ല സക്സസ് റേഷ്യോ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നേരെ അടുത്ത ഡാഷ്ബോർഡിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നിങ്ങളുടെ ഏജന്റിനെ കൊണ്ട് എന്ത് ചെയ്യുക? ഓട്ടോമേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതായത് എന്റെ ഏജന്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യുക? ഓട്ടോമേഷൻ കൊടുക്കുക. എന്റെ ഏജന്റിന് കയ്യിൽ ഇത്ര എതീറിയമാണുള്ളത്, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഇനിയും എതീറിയം ആഡ് ചെയ്യണം, 0.1. അതായത് എന്റെ ഏജന്റ് ഇപ്പോൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? വീണ്ടും എതീറിയം ആഡ് ചെയ്തു. എതീറിയം നിങ്ങളുടെ എവിടെ വേണം? വാലറ്റിൽ വേണം. വാലറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? സെപ്പോളി എതീറിയം നിങ്ങളുടെ എവിടെയെങ്കിലും പോസിറ്റീവ് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഫെച്ച് ചെയ്ത് കൊണ്ടുവരിക. അതിനുശേഷം എന്ത് ചെയ്യുക? ആ ഒരു ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്യുക. ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ട്രാൻസാക്ഷൻ വീണ്ടും അപ്രൂവ് ചെയ്തപ്പോൾ എനിക്ക് 0.11 എതിരിയം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഓരോ ബാറ്റിലും ഇത്ര എതിരിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഇത്ര എതിരുള്ളതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ഒരു 100 ബാറ്റിൽ ഞാൻ മത്സരിക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? 60, ഞാനിപ്പോൾ ഒരു 5 ബാറ്റിലാണ് കൊടുക്കുന്നത് ഒരു ട്രസ്റ്റിന് വേണ്ടി. കാരണം എനിക്ക് വീണ്ടും അതിന് ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം എനേബിൾ ഓട്ടോമേഷൻ കൊടുക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? ഈ 5 ബാറ്റിൽ ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് എന്ത് ചെയ്യും? ബാറ്റിൽ ഓട്ടോമാറ്റിക് മത്സരം. അപ്പോൾ ഇവിടെ ഏജന്റിന് ഓട്ടോമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് സെഷൻസിൽ പോയി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഓൾ സെഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. യുവർ സെഷനിൽ എന്ത് ചെയ്യാം? നിങ്ങളുടെ ഏജന്റ് ഇവിടെ ഓൾറെഡി റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ പോയാലും നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര ഏജന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ഈ ഓട്ടോമേഷന്റെ കാര്യം ഞാനൊരു പുതിയ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. കാരണം ഇതിൽ കുറച്ച് ബഗ് ഉള്ള കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യുവർ സെഷനിൽ നിങ്ങളുടെ ഏജന്റ് അവിടെ റൺ ആവുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല. കാരണം ഇവിടെ കാണാൻ പറ്റും ലൈവ് 0 ആയിട്ടാണ് കാണുന്നത്. ലൈവ് ആയിട്ട് എൻ്റെ ഒറ്റ റൺ ഇല്ല പറയുന്നത്. പക്ഷേ ഞാനവിടെ ഓട്ടോമേഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബഗ് ഫിക്സ് ആവുമ്പോൾ എന്ത് ചെയ്യാം? ഞാനിത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ വീണ്ടും പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് 2 സ്ട്രാറ്റജി ഉപയോഗിക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ കുറേ ഏജന്റ് ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? ആ ഏജന്റ് കൊണ്ട് വെറുതെ വർക്ക് ചെയ്യുക, നിങ്ങളുടെ എതിരിയും വെറുതെ കളയുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഏജന്റിന് ഇതുപോലെ 2-3 ലക്ഷം ട്യൂൺ ചെയ്തിട്ട് 5-10 ഏജന്റ് ഉണ്ടാക്കുക. അത് നല്ല രീതിയിൽ ട്യൂൺ ചെയ്യുക, കുറച്ച് നേരം ഇരിക്കുക, 1 മണിക്കൂർ 2 മണിക്കൂർ നേരം ചെയ്യുക. നല്ല രീതിയിൽ ട്യൂൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ഏജന്റിന് ROI പോസിറ്റീവായി കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നിങ്ങൾ സെക്കൻഡ് പ്ലേസിംഗിൽ കിട്ടിക്കഴിഞ്ഞാൽ കണ്ടു തുടങ്ങി എന്ത് ചെയ്യുക? നിങ്ങൾ അതിനെ കൊണ്ട് എന്ത് ചെയ്യുക? ഓട്ടോമേഷൻ ചെയ്ത് കൊടുക്കുക. എത്ര പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സെഷനിൽ 5 സെഷനോ 10 സെഷനോ 100 സെഷൻ എത്ര നിങ്ങൾക്ക് സെഷൻ ഓട്ടോമേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ അതിനുകൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക. ഇതിലെല്ലാ ടാബും മനസ്സിലായി വിചാരിക്കുന്നു. സെഷൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ഓരോ സ്പേസിൽ ജോയിൻ ചെയ്യാനുള്ള സെഷൻസ് ആണ് ഇതിൽ കാണുന്നത്. ഡാഷ്ബോർഡിൽ നിങ്ങളുടെ ഏജൻസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഫ്രാക്ടലിൽ എത്ര ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സെഷൻസിൽ ലൈവായിട്ട് പോകുന്ന സെഷനിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് റാപ്പ് ബാറ്റിൽ ലൈവായിട്ട് വേണമെങ്കിൽ കാണാൻ പറ്റും. അതിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും അതിലുള്ള റിസൾട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഏജന്റിനെ ചാറ്റ് ജിപിടി ട്യൂൺ ചെയ്യാൻ പറ്റും. ലീഡർ ബോർഡിൽ നിങ്ങളുടെ ഡെയിലി വീക്കിലി റിപ്പോർട്ട് കാണാൻ പറ്റും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് നേരത്തെ കണ്ടപ്പോൾ 200 സംതിങ് ആണ് എൻ്റെ റാങ്ക് വീക്കിലി കിടക്കുന്നത്. അപ്പം ഞാൻ ആകെ 2 ബാറ്റിൽ മത്സരിച്ചാൽ എനിക്ക് വീക്കിലി എനിക്ക് റാങ്ക് ഇത്രയായി. അപ്പോൾ അത്രയധികം യൂസേഴ്സ് കുറവാണെന്ന് അർത്ഥം. ഈ 2520 സംതിങ് ആണ് തോന്നുന്നു റാങ്ക് കിടക്കുന്നത്. അപ്പോൾ അത്രയധികം യൂസേഴ്സ് കുറവാണെന്ന് അർത്ഥം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നല്ല രീതിയിൽ പുഷ് ചെയ്ത് മത്സരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസിലി നിങ്ങൾക്ക് ലീഡർ ബോർഡിൽ നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫ്രാക്ടേഴ്സും നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവർ ഡിസ്കോഡിൽ എന്തായാലും മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ പ്രോജക്റ്റ് ചെയ്യുക. അധികം ആരുമില്ല, നല്ലൊരു പ്രോജക്റ്റാണ്. എല്ലാവരും നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്യുക, നല്ല രീതിയിൽ ഫ്രാക്ടേഴ്സ് ഉണ്ടാക്കുക, നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.